എന്റെ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ പകുതി ഭാഗം അഗ്രഹാരങ്ങളിലെ അശരണരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും, കാൽഭാഗം എന്നോട് കൂറുകാട്ടി നിന്ന് നന്ദൻ, വില്യം, സിന്ധു എന്നിവർക്കും, ബാക്കിയുള്ളവ ആരാധനാലയങ്ങൾക്കും എന്റെ മരണശേഷം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. മറ്റു വസ്തുവകകൾ അനാഥ മന്ദിരത്തിനായി ഞാൻ സംഭാവന ചെയ്യുന്നു. മാഡം, സ്വത്തുക്കൾ മോഹിച്ചോ പണം സമ്പാദിക്കാമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഒപ്പം കൂടിയത്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച യാതനകൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സഹായം കൂടെ നിൽക്കാൻ എന്തിനും തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. വില്യംസ്, മരണത്തിന്റെ കാലൊച്ച ഞാൻ കേട്ടുകഴിഞ്ഞു. വിശ്വനാഥൻ, ഈ ജീവിതത്തിൽ അവന് മാത്രം ബാക്കി വെച്ചിട്ട് എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ആ ആത്മാവ് എന്നോട് പൊറുക്കില്ല. വിശ്വനാഥൻ, യുവർ വാറന്റ് ഈസ് റെഡി. ഡെത്ത് വാറന്റ്. എന്താ സാർ ഈ വഴിക്ക്? പുതിയ കൊലപാതകം വല്ലതും നടന്നോ? ഇനി ഒരു കൊലപാതകം കൂടി നടക്കാതിരിക്കാൻ മിസ്സിസ് പാർവതി വിഷ്ണുവിനെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല. ഡിപ്പാർട്ട്മെന്റുകാർക്ക് പോലും ഞാനൊരു തിരുമണ്ടനാണ്. ബാബച്ചന്റെ നാടകീയമായ ആക്സിഡന്റ് ഡെത്ത്, കായൽ തീരത്തടിഞ്ഞ പൊള്ളാച്ചി തേവരുടെ ഡെഡ് ബോഡി, വഴിയിൽ കുത്തേറ്റ് മരിച്ച വിമൽ രാജിന്റെ സൂയിസൈഡൽ ഹോമിസൈഡ്, എല്ലാത്തിന്റെയും പിന്നിൽ ഒരാളാണെന്ന നിഗമനത്തിലെത്താൻ ഞങ്ങൾക്കല്പ ബുദ്ധിമുട്ടേണ്ടി വന്നു. പഴയ അഗ്രഹാരത്തിലെ തമ്പുരാട്ടിക്കുട്ടിയുടെ പുതിയ അവതാരമായി മാറിയ പാർവതി ശർമ്മയ്ക്ക് ഇനി ഞങ്ങളോടൊപ്പം വരാം. യു ആർ അണ്ടർ അറസ്റ്റ്. ഇല്ല, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തത് ഞാനാണ്. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം തെളിവുകൾ നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാം ഞാൻ പറയാം സാർ. ഹോട്ടലിലേക്ക് സേട്ടന് വിട്ടതും അഴകപ്പം വഴി ഇവിടേക്ക് എത്താൻ ഒരു റൂട്ട് ഒപ്പിച്ചതും പാർവതി മാഡത്തിന്റെ പ്ലാനിംഗ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാഡത്തിന്റെ കുടുംബത്തോട് കാട്ടിയ അതിക്രൂരമായ ചതികളുടെ കണക്ക് തീർക്കാൻ എത്തിയതായിരുന്നു ഞങ്ങൾ. നന്ദകുമാർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാ. സത്യങ്ങൾ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. സംഭവങ്ങളുടെ സത്യസ്ഥിതി അറിഞ്ഞപ്പോ ഈ മരിച്ചവരൊക്കെ തന്നെ ശിക്ഷ അർഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ സോറി മാഡം, നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് പാർവതി ശർമ്മയല്ല, കോടതിയാണ്. കോടതി? വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പറയുന്ന സത്യസന്ധതകൾ അപ്പാടെ നടപ്പിലാക്കിയിരുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, CI വിഷ്ണുദത്തൻ. എന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ വിഷ്ണുവേട്ടൻ നിർധനയായ ഒരു ബ്രാഹ്മണ പെണ്ണിനെയും അവളുടെ അച്ഛനെയും അസമയത്ത് കുറെ ദുഷ്ടന്മാരിൽ നിന്ന് മോചിപ്പിച്ച് അഭയം കൊടുത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? അതോ ഈ രാജ്യത്തെ ശിഥിലമാക്കുന്ന രീതിയിൽ കള്ളപ്പണവും കരിഞ്ചന്തയും നടത്തിയവരുടെ കൈകളിൽ കയ്യാമം വെച്ചതോ? ഒരു പുലർച്ചെ കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ വിഷമയമാക്കി കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുടെ മരണത്തിന് ഉത്തരവാദിയായ രാജ്യദ്രോഹികളെ ജയിലിൽ അടച്ചതാണോ? പറയണം, പറയണം സർ, ഇതിലേതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്? നീതിക്ക് വേണ്ടി തുലാസിന്റെ വലം തട്ടിൽ തൂക്കിയ മാടപ്രാവിന് പകരം ശിവചക്രവർത്തിയുടെ മാംസം ചോദിച്ചു വാങ്ങിയ കഴുകന്റെ കണ്ണുകളാവരുത് ഇവിടുത്തെ നീതിപീഠങ്ങൾ. എന്റെ കണക്കുകൂട്ടലുകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ തോൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത്. പക്ഷേ ഞാൻ കരുതിയതിനു മുൻപ് നിങ്ങൾ വിജയം നേടി. കൃത്യനിർവഹണത്തിൽ പിഴവേൽക്കാതെ ഈ കൈകളിൽ ഇനി സാറിന് വിലങ്ങിടാം. മിസ്സിസ് ഗായത്രിയോട് എനിക്ക് സഹതാപമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കോടതി അന്ന് അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിയമം കയ്യിലെടുക്കേണ്ടി വരില്ലായിരുന്നു. ഏതായാലും ചെയ്ത കുറ്റങ്ങൾ സ്വയം ഏറ്റുപറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്കൊരു വിലങ്ങിന്റെ ആവശ്യമില്ല. യു ക്യാൻ കം വിത്ത് മീ. സത്യപ്രതിജ്ഞാകർമ്മം കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ വരവ് ഇവിടെയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു അഭിസാരികയായ കൊലപാതകിയെ അറസ്റ്റ് ചെയ്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ മുന്നിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ ഇടുക്കത്തിൽ ഞാൻ ഇവിടെ എത്തുകയായിരുന്നു. ഇന്ന് പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോ അവർക്ക് വേണ്ടി ഈ നാടിനെ നടുക്കിയ 3 കൊലപാതകങ്ങളുടെ പ്രതിയെ കയ്യാമം വെച്ച് ജയിലിലടച്ച വാർത്തയാണ് എനിക്ക് നൽകാനുള്ളത്. ഈ വിശ്വനാഥൻ മന്ത്രിപദവിയിൽ അമർന്ന് കിരീടധാരണം നടന്ന ശേഷം ആ അധികാര കിരീടത്തിൽ തിരുവാനുള്ള ആദ്യത്തെ പൊൻതൂവൽ വരും ഞാൻ നിന്റെ ക്ഷേമാന്വേഷണവുമായി അങ്ങ് ജയിലിൽ
വിടില്ല. കോടതി നൽകുന്ന ശിക്ഷയാവില്ല ജയിലിൽ നിനക്കായി കാത്തിരിക്കുന്നത്. അധികാര കസേരയിൽ അമർന്ന് ജനലക്ഷങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ നീ തെരുവിൽ ഇറങ്ങുമ്പോൾ നിനക്കായി വിധിച്ച മരണത്തിന്റെ വിധിയുമായി ഞാൻ അവിടെ എത്തിയനെ. ആയിരങ്ങളുടെ ആരാധനാ പുരുഷനായി നീ നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ ഞാനും ഉണ്ടായനെ. പിഴച്ചു അല്പം. പക്ഷേ വിശ്വനാഥൻ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ വരും നിനക്കായി. നിന്റെ അന്ധകളായി മാത്രം. നിർത്തേ. അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകുന്ന നേരത്തും നിന്ന് കസർക്കുന്നോ? ഇവിടെ മുന്നിൽ വെച്ച് അരിഞ്ഞ് തകർക്കും ഞാൻ. പ്ലീസ്, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുന്നത് ദാറ്റ് ഇസ് നോട്ട് പ്രോപ്പർ സർ. പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ. അറിയാടോ, എനിക്കറിയാം. തനിക്കുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ ഒരു സൂത്രധാരന്റെ വേഷം. രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതും താൻ നോക്കിയേനെ. ഞാനൊന്ന് നിവർന്നിരുന്നോട്ടെ. എന്റെ മുന്നിൽ എത്തിക്കും ഞാൻ നിന്നെ. ആ കസേരയിൽ നിവർന്നിരിക്കാനുള്ള ഭാഗ്യം സാറിന് ഉണ്ടായിട്ട് വേണ്ടേ? നിരത്തിലോടുന്ന വണ്ടികളുടെ കണക്ക് പറഞ്ഞ് കപ്പം വാങ്ങിയതിനായിരുന്നു അന്ന് ഈ കസേരയിൽ ഇരുന്ന മന്ത്രിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അതിനുശേഷം വന്ന ഭരണാധികാരിക്ക് വൃത്തികെട്ട ആരോപണങ്ങളുടെ പേരിൽ മന്ത്രി കുപ്പായം ഊരി പുറത്തു പോകേണ്ടി വന്നു. അടുത്ത ഊഴം സാറിന്റേതാണ്. കഴിയില്ല സാർ. ഒന്ന് നിവർന്നിരുന്ന് കഴിയുമ്പോഴേക്കും പിടിച്ചിറക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായി അടുത്ത ഗ്രൂപ്പ് സാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. വാളെടുത്തവൻ വാളാൻ. ഈ ധാർഷ്ട്യം എന്നോട് വേണ്ട സാർ. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ്. അല്ലാതെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ജനങ്ങളുടെ മേൽ നിങ്ങൾക്കുള്ള ആധിപത്യമല്ല. അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന് വേദങ്ങളും ഉപനിഷത്തുകളും മാത്രം മനസ്സിൽ പേറി ഈശ്വര ചിന്തയുമായി നടന്നിരുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിക്ക് കൈത്തോക്കും കഠാരയും എടുക്കേണ്ടി വന്നത് സമൂഹത്തിൽ മാന്യത ചമഞ്ഞ് നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. ചോരക്കറയുടെ ബാക്ക്ഗ്രൗണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷനായി മാറുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും സർ. ഇല്ലെങ്കിൽ ജനങ്ങൾ അവസാനിപ്പിക്കും. ടൈഗർ 1, അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഓവർ. നിങ്ങളിറങ്ങി പുറത്തേക്കണം. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള. ശരി.
ഇതൊരു വിജയമായി ആഘോഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. സത്യവും നന്മയും കൂടി ജയിച്ചാൽ മാത്രമേ ഇവിടെ നിയമങ്ങൾക്ക് അർത്ഥമുണ്ടാവൂ.